തൃശൂർ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കും AC മൊയ്തീൻ MLAയ്ക്കുമെതിരെ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. തകർന്ന റോഡിലൂടെ ഓഫ് റോഡ് ബൈക്ക് റൈസ് നടത്തിയാണ് വെള്ളറക്കാട് വാസ്ക് VFA ക്ലബ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡുകൾ 4 കിലോമീറ്ററിലധികം ദൂരമാണ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത്. മഴ പെയ്തതോടെ ചെളികുണ്ടായി മാറിയ റോഡിലൂടെ കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ്. റോഡിലെ വലിയ കുഴികളിൽ ചാടി മറിഞ്ഞു വീണ് ബൈക്ക് യാത്രികർക്ക് പരിക്കുപറ്റുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്ത് ഭരണസമിതിയും 15 വർഷം തുടർച്ചയായി കുന്നംകുളം MLAയും 5 വർഷം മന്ത്രിയുമായിരുന്ന AC മൊയ്തീനും റോഡിനെ അവഗണിച്ചു എന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിലെ MLA AC മൊയ്തീൻ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ 3 തവണ നിർമ്മാണോദ്ഘാടനം നടത്തി 4.5 കോടി രൂപ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും അതിനു മുൻപും ആയിട്ട് 3 തവണകളായിട്ടാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും 1 വർഷക്കാലയളവായിട്ടും ഈ റോഡിന് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്നേ വരെ നടന്നിട്ടില്ല. യാതൊരു പ്രവർത്തനവും കടങ്ങോട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു അമ്മയും കുഞ്ഞും ബൈക്കിൽ നിന്ന് വീണത് കണ്ടിട്ടുണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ വാസ്ക് VFA കുഞ്ഞുങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് ഈ ഒരു വേറിട്ട രീതിയിലുള്ള ബൈക്ക് റേസിംഗ് എന്നുള്ള രീതിയിൽ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. 4.5 കോടി രൂപ റോഡിന്റെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നറിയിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 3 തവണ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയും MLAയും ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. 50ഓളം ബൈക്കുകൾ അണിനിരന്ന ഓഫ് റോഡ് ബൈക്ക് റൈഡ് പ്രതിഷേധത്തിൽ 100-ലധികം യുവാക്കൾ പങ്കെടുത്തു. ക്ലബ്ബ് രക്ഷാധികാരി PU പ്രകാശൻ ബൈക്ക് റൈസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയ്ക്ക് ട്രോഫിയും 4.5 കോടി രൂപയുടെ വാഗ്ദാനവും ചെക്കും നൽകിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.